ശിവായ നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ഉപാസനയിൽ നമ്മൾ ചെയ്യേണ്ട, ദൈനംദിനമായി ചെയ്യേണ്ട പ്രധാന ഘടകമാണ് സോഴ്സ്. ഇപ്പോൾ ശൈവ കൺസെപ്റ്റ് ആണെങ്കിൽ ശിവലിംഗം, ശാക്തേയ കൺസെപ്റ്റ് ആണെങ്കിൽ ശ്രീചക്രം, വൈഷ്ണവ കൺസെപ്റ്റ് ആണെങ്കിൽ സാളഗ്രാമം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് സാളഗ്രാമം. എന്താണ് ഈ സാളഗ്രാമം? കലിയുഗത്തിൽ വൈഷ്ണവർക്ക് വിഷ്ണുവിനെ ഉപാസിക്കാനുള്ള സോഴ്സാണ്, അല്ലെങ്കിൽ സ്വയംഭൂ സോഴ്സാണ് സാളഗ്രാമം. സാളഗ്രാമം നമ്മൾ നേപ്പാളിൽ ഖണ്ഡകി നദിയിൽ വജ്രകീട എന്ന അട്ട, മുള്ളുകളുള്ള അട്ടയുടെ ഫോസിലാണ് സാളഗ്രാമം. സാളഗ്രാമത്തിൻ്റെ കഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വൃന്ദ, വിഷ്ണു കൺസെപ്റ്റിലൊക്കെ. അപ്പം ഞാൻ കഥ അറിയാത്തവർക്ക് പിന്നീടൊരു എപ്പിസോഡായിട്ട് ആ കഥ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സാളഗ്രാമത്തെ പറ്റി മനസ്സിലാക്കാം. ഇപ്പോൾ ക്ഷേത്രം, മഹാക്ഷേത്രം, ദിവ്യദേശം, വൈകുണ്ഠം എന്നൊക്കെയാണ്. നമ്മുടെ നാട്ടുകളിൽ ക്ഷേത്രങ്ങളുണ്ട്, മഹാക്ഷേത്രങ്ങളുണ്ട്, ദിവ്യദേശങ്ങളുണ്ട്, വൈകുണ്ഠമുണ്ട്. എല്ലാവരും വിചാരിക്കുന്ന രീതിയിൽ ഇപ്പോൾ സാധാരണ ഒരു വ്യക്തി ഇതൊന്നും അറിയാതെ കാഷ്വലായിട്ട് മനസ്സുകളുള്ള എല്ലാവരും വിചാരിക്കുന്നത് വലിയ വലിയ ക്ഷേത്രങ്ങളാകുമ്പോഴാണ് മഹാക്ഷേത്രങ്ങൾ, അതായത് വലിയ രീതിയിൽ കോടികൾ മുടക്കി ചെയ്യുന്ന ക്ഷേത്രങ്ങളാണ് മഹാക്ഷേത്രങ്ങളെന്നും, സാധാരണ വീടുകളിൽ, കുടുംബങ്ങളിൽ, അതേപോലെ ചെറിയ ഗ്രാമങ്ങളിൽ കാണുന്നത് ക്ഷേത്രമെന്നും, ബ്രഹ്മാണ്ഡമായതിനെ ദിവ്യദേശമെന്നും എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത്. ശരിക്കും ഇത് തെറ്റായ രീതിയാണ്. ക്ഷേത്രം, മഹാക്ഷേത്രം, ദിവ്യദേശം, വൈകുണ്ഠം, ഇത് നമ്മൾ തരംതിരിക്കുന്നത് സാളഗ്രാമത്തിൻ്റെ അളവുകൾ അനുസരിച്ചാണ്. സാധാരണ ഒരു 24-നും 12-നും ഇടയ്ക്ക് സാളഗ്രാമങ്ങൾ എവിടെയുണ്ടോ അത് ക്ഷേത്രമെന്നും, 1000-നും 10,000-നും ഇടയ്ക്കുണ്ടെങ്കിൽ അത് മഹാക്ഷേത്രം എന്നും, 10,000-നും ലക്ഷങ്ങൾക്കും ഇടയിലുണ്ടെങ്കിൽ അത് ദിവ്യദേശമെന്നും, 10,000-ന് മേളിലുണ്ടെങ്കിൽ അത് വൈകുണ്ഠമെന്നും അറിയപ്പെടുന്നു. ഇങ്ങനെയാണ് ക്ഷേത്രങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇത് സാളഗ്രാമങ്ങളുടെ അളവുകൾ അനുസരിച്ചാണ് ക്ഷേത്രങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സാളഗ്രാമത്തിൻ്റെ കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി. ആ കണക്കുകൾ അനുസരിച്ചാണ് ക്ഷേത്രങ്ങളുടെ ഗ്രേഡ് തീരുമാനിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി സാളഗ്രാമത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്? നമുക്കറിയാം, ഇപ്പോൾ ശിവലിംഗമാണെങ്കിൽ നർമ്മദാലിംഗം ഒഴിച്ച് ബാക്കിയെല്ലാം സ്വയംഭൂ അല്ല. അതേപോലെ ശ്രീചക്രം നമ്മൾ മാൻമെയ്ഡാണ്, സാധാരണ ശിവലിംഗങ്ങൾ മാൻമെയ്ഡാണ്. പക്ഷേ സാളഗ്രാമങ്ങൾ നാച്ചുറലി, അതായത് കോസ്മിക്, പ്രകൃതിയാൽ സ്വയംഭൂവായിട്ടുള്ള വിഷ്ണു പാദമാണ് സാളഗ്രാമം. ഈ സാളഗ്രാമം നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ നമുക്ക് പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ടതില്ല. ഇപ്പോൾ ശിവലിംഗം വെക്കുകയാണെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യണം, വിഗ്രഹങ്ങൾ വെക്കുകയാണെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യണം, അതേപോലെ ശ്രീചക്രമാണെങ്കിലും പ്രാണപ്രതിഷ്ഠ ചെയ്യണം. പക്ഷേ സാളഗ്രാമങ്ങൾക്ക് സ്വയംഭൂ ആയതുകൊണ്ട് പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യമില്ല. നമ്മൾ എന്നാണോ ഉപാസന തുടങ്ങുന്നത്, അഭിഷേകം തുടങ്ങുന്നതോടുകൂടി
അത് ഫുൾ ഫ്രഷായി അതിൻ്റെ എനർജി കൊടുക്കുവാൻ എനർജൈസ്ഡ് ആകാൻ തുടങ്ങും. നമ്മൾ ഇപ്പോൾ സാധാരണ വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ, അതേപോലെ ശിവലിംഗങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് പ്രാണപ്രതിഷ്ഠ കൊടുക്കേണ്ടി വരും. മറ്റൊരാളുടെ, നമുക്കറിയാൻ പാടില്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം കൊണ്ട് അത് പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ടി വരും. പക്ഷേ സാളഗ്രാമങ്ങൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ പ്രത്യേകിച്ച് പ്രാണപ്രതിഷ്ഠയുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ വേറൊരാളുടെ സഹായം ആവശ്യമില്ല, വേറൊരു തന്ത്രിയുടെയോ പൂജാരിയുടെയോ മേൽശാന്തിയുടെയോ ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ അത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ അഭിഷേകം ചെയ്ത് തുടച്ച് ധൂപം, ദീപം, ആരതി, നൈവേദ്യമൊക്കെ കൊടുത്താൽ അത് കണ്ടിന്യൂ ആയിട്ട് പോകാം. രണ്ടാമത്, നമ്മൾ വീട്ടിൽ ഇത് പൂജിക്കുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷം ഒരു തരത്തിലുള്ള നെഗറ്റീവ് വരില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശത്രുക്കൾ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ അശുദ്ധി ചെയ്തോ, അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളുടെ അവിടെ തകിട് കുഴിച്ചിടുകയോ, അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളുടെ വീട്ടിലെ ശ്മശാന ഭസ്മങ്ങൾ താന്ത്രിക രീതിയിൽ ഇടുകയോ, ഏത് തരം നെഗറ്റീവ് ആണെങ്കിലും അതിലൊരു ഗുണവും ഉണ്ടാവില്ല. കാരണം സ്വയം ഭഗവാനിരിക്കുന്ന മണ്ണിൽ യാതൊരു തരത്തിലുള്ള ദുർബാധയോ നെഗറ്റീവോ ഉണ്ടാവുകയില്ല. മൂന്നാമതായിട്ട്, ഈ സാളഗ്രാമം അഥവാ പൊട്ടിയാലോ കത്തിയാലോ സാളഗ്രാമങ്ങൾക്ക് അശുദ്ധിയോ അല്ലെങ്കിൽ സാളഗ്രാമം നശിക്കുകയോ ചെയ്യില്ല, ശക്തി നശിക്കുകയോ ചെയ്യില്ല. ഇപ്പോൾ ചിലവരെന്നോട് ചോദിക്കാറുണ്ട്, സാളഗ്രാമങ്ങൾ പൊട്ടിപ്പോയി, അതിനി ഉപയോഗിക്കാമോ? സാളഗ്രാമങ്ങൾ മറ്റുള്ള വിഗ്രഹങ്ങളെ പോലെയല്ല. ഇപ്പോൾ ശിവലിംഗം പൊട്ടിയാൽ അത് നമ്മൾ നിമഞ്ജനം ചെയ്യും, സമുദ്രത്തിൽ, ഒഴുക്കുള്ള സമുദ്രത്തിലോ കായലിലോ ഒക്കെ ഒഴുക്കിക്കളയും. പക്ഷേ സാളഗ്രാമങ്ങൾ പൊട്ടിയാൽ, ഇപ്പോൾ ഒരു ലക്ഷ്മി നാരായണ സാളഗ്രാമമാണെങ്കിൽ അത് രണ്ടായിട്ട് പോവുകയോ ചെയ്താൽ അത് 2 സാളഗ്രാമം എന്നുള്ള രീതിയിൽ കണക്കാക്കപ്പെടും. എന്ന് പറഞ്ഞ് 2 സാളഗ്രാമത്തിനായി പൊട്ടിക്കരുത്. ഏതെങ്കിലും കാരണവശാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടാനിടയായാൽ ആ സാളഗ്രാമം 2 ലക്ഷ്മി നാരായണ സാളഗ്രാമങ്ങളായിട്ട് കണക്കാക്കും. അപ്പോൾ സാളഗ്രാമങ്ങൾ യാതൊരു തരത്തിൽ എന്തൊക്കെ വിചാരിച്ചാലും അതിന് നാശം വരുത്തില്ല, സ്വയംഭൂവാണ്. ഇപ്പോൾ സാളഗ്രാമം, ഇപ്പോൾ ക്ഷേത്രം കത്തിയെന്നിരിക്കട്ടെ എന്നും പറഞ്ഞ് അതിൻ്റെ ശക്തി കുറയത്തില്ല. ഇപ്പോൾ താഴെ വീണ് സാധാരണ രീതിയിൽ നമ്മളുടെ ശ്രദ്ധക്കുറവ് മൂലം സാളഗ്രാമം താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും അതിൻ്റെ ശക്തി നശിക്കുന്നില്ല. പക്ഷേ 2 കഷ്ണമായെങ്കിൽ ആ 2 കഷ്ണങ്ങൾ എന്ന് പറയുന്നത് 2 സാളഗ്രാമങ്ങളായി എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു രീതിയിലും സാളഗ്രാമങ്ങൾ ഒരിക്കലും അതിൻ്റെ ശക്തി നശിക്കുന്നില്ല. സാളഗ്രാമത്തിലാണ് ഓരോ അവതാരങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമന, ഭാർഗവ, ശ്രീ, ഇത് ദശാവതാരങ്ങളല്ലാതെ പ്രദ്യുമ്ന, ജനാർജന, വാസുദേവ്, ആ രീതിയിലും ബൗദ്ധ, കൽക്കി, ഹിരണ്യഗർഭ, ശ്രീഗർഭ, അങ്ങനെ 1008 പരം സാളഗ്രാമ അവതാരങ്ങളുണ്ട്. ആ ഓരോ സാളഗ്രാമങ്ങൾക്കും ചക്രങ്ങളുണ്ടാകും, ചിഹ്നങ്ങളുണ്ടാകും. അതാണ് ഉത്തമ സാളഗ്രാമം. ഉത്തമ സാളഗ്രാമങ്ങളിൽ ചക്രങ്ങളുണ്ടാകും. ആ ചക്രങ്ങൾക്ക് ശക്തി കൂടിയതായിരിക്കും. അപ്പോൾ ഓരോ അവതാരങ്ങൾ നമുക്ക് സാളഗ്രാമങ്ങളിൽ ഓരോ തലത്തിൽ, ഓരോ ഷേപ്പിൽ സാളഗ്രാമം ഉണ്ടാവും. സാളഗ്രാമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചക്രങ്ങളുണ്ടാകും. സുദർശന ചക്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു സാളഗ്രാമത്തിൽ 2 ചക്രങ്ങളുണ്ടെങ്കിൽ അതിനർത്ഥം ലക്ഷ്മി നാരായണ സാളഗ്രാമങ്ങളാണ്. സാധാരണ ഒരു ചക്രമാണെങ്കിൽ അത് നാരായണ സാളഗ്രാമം, പ്ലെയിൻ ആയിട്ടുള്ളതും നാരായണ സാളഗ്രാമം എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ ഒരു വീട്ടിൽ
വയ്ക്കാവുന്ന സാളഗ്രാമം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് ബ്ലൂ, നീലയും കറുപ്പും ആയിട്ടുള്ള സാളഗ്രാമങ്ങൾ വീട്ടിൽ എപ്പോഴും നമുക്ക് പൂജിക്കാൻ ഉപാസനയ്ക്ക് എടുക്കാം. ചുമന്ന സാളഗ്രാമം, അതായത് ഉഗ്രനാരസിംഹ സാളഗ്രാമങ്ങൾ ഒരിക്കലും ഒരു ഗൃഹസ്ഥൻ ഉപയോഗിക്കാനോ പൂജിക്കുവാനോ അതേപോലെ ഉപാസനയിൽ എടുക്കാൻ പാടില്ല. കാരണം അതിന് ചിട്ടവട്ടങ്ങൾ കൂടുതലാണ്, അതൊരു ഗൃഹസ്ഥന് താങ്ങാവുന്നതിലും ഉപരിയാണ്. അതുകൊണ്ട് ഈ ഉഗ്രസാളഗ്രാമങ്ങളൊക്കെ സന്യാസ പരമ്പരയിൽ, അതായത് കല്യാണം കഴിക്കാത്തവർ സന്യാസ ജീവിക്കുന്ന മഠങ്ങൾ, അവർക്ക് മാത്രമേ സാളഗ്രാമങ്ങൾ ഈ ചുമന്ന സാളഗ്രാമം ഉഗ്രനാരസിംഹ സാളഗ്രാമം പൂജിക്കുവാനുള്ള അർഹതയുള്ളൂ. കാരണം ഇത് നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും തരത്തിലുള്ള ഉപാസനയിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് ഉപാസകനെ ബാധിക്കും, കുടുംബത്തെ ബാധിക്കും, ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ നമ്മുടെ തലയിൽ വരികയും ചെയ്യും. അപ്പോൾ വയ്ക്കുമ്പോൾ ലക്ഷ്മി നാരായണ സാളഗ്രാമങ്ങൾ വയ്ക്കാൻ ശ്രമിക്കുക. അത് നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല, കുടുംബം നല്ല രീതിയിൽ പോകും. പിന്നെ സാളഗ്രാമങ്ങൾക്ക് പ്രത്യേകിച്ച് റൂളുകൾ റെഗുലേഷൻസോ ഇല്ല. ഇപ്പോൾ നമ്മൾ ബിംബം പൂജിക്കുന്നെങ്കിലും ശിവലിംഗം പൂജിക്കുന്നതിലും ശ്രീചക്രം പൂജിക്കുകയാണെങ്കിലും അതിന് ചിട്ടവട്ടങ്ങളുണ്ട്. പക്ഷേ സാളഗ്രാമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റൂൾസോ റെഗുലേഷൻസോ ഇല്ല. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നമ്മുടെ മനസ്സിന് തോന്നുന്ന രീതിയിൽ സാത്വികമായിട്ടുള്ള സരളമായിട്ടുള്ള പൂജകൾ മതിയാകും സാളഗ്രാമങ്ങൾക്ക്. സാളഗ്രാമങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മന്ത്രങ്ങൾ ഇല്ല. സിമ്പിൾ മന്ത്രം, നമ്മൾ അറിയാവുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ മന്ത്രങ്ങളിൽ മതി നമുക്ക് ഭഗവാനെ പൂജിക്കുവാൻ. പിന്നെ സാളഗ്രാമങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് പുരുഷന് എത്രത്തോളം അർഹതയുണ്ടോ പൂജിക്കാൻ, അത്രത്തോളം അർഹത സ്ത്രീകൾക്കും ഉണ്ട്. അതാണ് സാളഗ്രാമങ്ങൾ മറ്റുള്ള ഉപാസനയുമായിട്ടുള്ള വ്യത്യാസം. പുരുഷന്മാർക്കും അതേപോലെ സ്ത്രീകൾക്കും സാളഗ്രാമങ്ങൾ പൂജിക്കാം. പിന്നെ ഈ പറയുന്ന അടുത്ത ടേംസ് എന്ന് പറഞ്ഞാൽ അശുദ്ധി. സാളഗ്രാമം എവിടെയാണോ, ഏത് ഗ്രഹത്തിലാണോ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലാണോ ഉള്ളത് അവിടെ യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഉണ്ടാവില്ല. കാരണം സ്വയം ഭഗവാൻ ഇരിക്കുന്നിടത്ത് എവിടെ അശുദ്ധി വരാനാ? ഭഗവാൻ അശുദ്ധിയാവുമോ? ഇല്ല. അപ്പോൾ സാളഗ്രാമങ്ങൾ ഇരിക്കുന്ന ഇടം പൂർണ്ണ ശുദ്ധിയാവും. ഇൻ കേസ് ഏതെങ്കിലും ഒരു അശുദ്ധി ആയിട്ടുള്ളൊരു വ്യക്തി ആ സാളഗ്രാമത്തിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ശുദ്ധിയാകുമെന്നുള്ളതാണ്. അടുത്തത് സാളഗ്രാമം അഭിഷേക തീർത്ഥം. സാളഗ്രാമം അഭിഷേക തീർത്ഥമാണ്. ഈ തീർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യം ഫസ്റ്റായിട്ട് നിൽക്കുന്നത് സാളഗ്രാമ തീർത്ഥമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഗംഗാ, യമുന, ബ്രഹ്മപുത്ര എന്നൊക്കെ വരുന്നത്. ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന തീർത്ഥമാണ് സാളഗ്രാമത്തിന് അഭിഷേകം ചെയ്യുന്ന തീർത്ഥം. ആ തീർത്ഥം നമ്മൾ പാനം ചെയ്താൽ നമ്മളിൽ ഉള്ള ബ്രഹ്മഹത്യാ പാപമോ മുജ്ജന്മ പാപമോ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം തീരുമെന്നാണ് തത്വം. പിന്നെ സാളഗ്രാമങ്ങൾ നമ്മൾ എല്ലാ ദിവസവും തുളസി പ്രാധാന്യത്തോടു കൂടി വേണം ഉപാസിക്കുവാൻ. സാളഗ്രാമം നമ്മൾ ഉപാസിക്കുമ്പോൾ തുളസി, അതായത് ലക്ഷ്മി, അത് എപ്പോഴും തുളസി വെച്ച് വേണം നമ്മൾ സാളഗ്രാമത്തെ പൂജിക്കുവാൻ. സാളഗ്രാമങ്ങൾ പലതരത്തിൽ, പല ഭാവത്തിൽ, പല അവതാര ലക്ഷ്യത്തോടെയാണ് നാം വീട്ടിൽ ഉപാസിക്കപ്പെടുന്നത്. ഇപ്പോൾ ലഡ്ഡു ഗോപാൽ എന്ന് പറയും, സന്താന ഗോപാലം, വിദ്യാരാജഗോപാലം എന്നൊക്കെയാണ് പറയുന്നത്. ലഡ്ഡു പോലെ ഇരിക്കും, അതായത് കൃഷ്ണൻ്റെ ബാലഭാവമാണ്. ഇത് നമ്മൾ വീട്ടിൽ പൂജിക്കുന്നതോടെ കുട്ടികൾ, വീട്ടിലുള്ള മക്കൾക്ക് നല്ല രീതിയിൽ അഭിവൃദ്ധി വരികയും അവർ വിദ്യാഭ്യാസം, കലകൾ എല്ലാത്തിലും ഉയർച്ച വരികയും ചെയ്യുന്നു.
മത്സ്യാവതാരം നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഏത് വിധേനയും ഏതൊരു ബുദ്ധിമുട്ടുള്ള കടമ്പയും കടന്നു പോകും എന്നുള്ളതാണ് മത്സ്യാവതാരം. കൂർമാവതാരം എന്ന് പറഞ്ഞാൽ എത്ര വലിയ ടെൻഷനും എത്ര ഭാരിച്ച പ്രശ്നങ്ങളും നമ്മളെ വിട്ട് പോകും എന്നുള്ളതാണ് രണ്ടാമതായിട്ടുള്ള കാര്യം. അപ്പോൾ ഓരോ അവതാരം അനുസരിച്ചാണ് ഓരോ സാളഗ്രാമ അവതാരവും നമ്മൾ നമ്മുടെ വീടുകളിൽ പൂജിച്ചാൽ കിട്ടുന്ന ഗുണം. ഇപ്പോൾ ശത്രുക്കൾ ജാസ്തിയുണ്ട്, എല്ലാം നോക്കിയാലും എല്ലായിടത്തും നോക്കിയാലും ശത്രുക്കൾ, കടങ്ങൾ, ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ, അങ്ങനെയുള്ളവരൊക്കെ ലക്ഷ്മി നാരായണ അതായത് ലക്ഷ്മി നരസിംഹ സാളഗ്രാമം വെച്ച് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ശത്രുദോഷമാണെങ്കിലും താന്ത്രിക പ്രശ്നങ്ങളാണെങ്കിലും വീട്ടിൽ കലഹമാണെങ്കിലും അതേപോലെ കടങ്ങളാണ് വരുന്നതെങ്കിലും അതിനൊക്കെ മറികടക്കാൻ നരസിംഹ സാളഗ്രാമം ഉപാസിക്കുന്ന ഗ്രഹത്തിൽ അതൊന്നും പ്രശ്നമായി വരില്ല. അപ്പോൾ ഓരോ സാളഗ്രാമങ്ങൾ നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ജാതകത്തിൽ 12ാം ഭാവത്തിൽ വരുമ്പോൾ നമ്മുടെ ഇഷ്ടദേവതയെ കാണുന്നു. ആ ഇഷ്ടദേവതയെ അനുസരിച്ച് ഇപ്പോൾ വൈഷ്ണവ കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. ഏത് മൂർത്തിയാണോ, ഇപ്പോൾ നരസിംഹം ഉണ്ടാവും, വാമനാവതാരമായിരിക്കും, അതനുസരിച്ച് നമ്മൾ സാളഗ്രാമം വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാളഗ്രാമം വെക്കുന്നതിന് ഏത് ദേവതയാണോ ആ ഒരു കൺസെപ്റ്റല്ല. ഇപ്പോൾ ശൈവ കൺസെപ്റ്റിൽ ജീവിക്കുന്നവരും ശാക്തേയ കൺസെപ്റ്റിൽ ജീവിക്കുന്നവർക്കും സാളഗ്രാമങ്ങൾ വയ്ക്കാം. ഒരു പ്രത്യേക ദേവത എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ ഏത് ദേവതയെ, ഇപ്പോൾ ഹനുമാൻ സ്വാമിയാണ് ഇഷ്ടമൂർത്തിയാണെങ്കിലും വിഷ്ണുമായാണ് നമ്മുടെ ഇഷ്ടദേവതയാണെങ്കിലും സാളഗ്രാമങ്ങൾ വെച്ചാൽ ആ മൂർത്തികൾക്ക് ശക്തി ഡബിളായിരിക്കും. കാരണം സ്വയംഭൂവാണ്. നമ്മുടെ ഇഷ്ടമൂർത്തിയുടെ അടുത്ത് ഈ സാളഗ്രാമം വെച്ച് കഴിഞ്ഞാൽ ആ മൂർത്തിയുടെ ശക്തി ഉണ്ടാകും. അത് വർദ്ധിച്ച് ഉപാസനകൾ ചെയ്യുന്നതനുസരിച്ച് വർദ്ധിച്ച് വരും. പിന്നെ ആഴ്ചയിലോ മാസത്തിലോ വെള്ള നൈവേദ്യം, പായസമോ കടും പായസമോ ചെയ്യുന്നത് അത്യുത്തമം. സാളഗ്രാമങ്ങൾ നിങ്ങൾ ഉപാസിക്കുകയാണെങ്കിൽ മാസത്തിൽ വെളുത്ത വാവിന് ബ്രാഹ്മണർക്ക് അന്നദാനം കൊടുത്ത് പ്രീതിപ്പെടുത്തുന്നത് നിങ്ങളുടെ വീടുകളിലെ തേജസ്സിനും ആയുരാരോഗ്യ സുഖത്തിനും നല്ലത്. കാരണം സാളഗ്രാമത്തിൻ്റെ ഭഗവാന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തോ അതിൻ്റെ സത്കീർത്തിയും അനുഭവവും നമുക്ക് വന്നു ചേരും. സാധാരണ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഓരോ രീതിയിൽ നല്ല പ്രവൃത്തികൾ, ദാനപ്രവൃത്തികൾ ഒക്കെ ചെയ്യുന്നു, പക്ഷെ നമുക്കതിൻ്റെ സത്ത കിട്ടുന്നില്ല. അപ്പോൾ സാളഗ്രാമത്തിൻ്റെ ഉപസ്ഥിതിയിൽ നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തുവോ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. കാരണം സ്വയം ഭഗവാൻ ഇരുന്ന് കാണുകയാണ് നമ്മുടെ നല്ല കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ സംസ്കാരത്തിൻ്റെ പണ്ട് ഓരോ വീടുകളിലും സനാതനധർമ്മമായിട്ടുള്ള ഹിന്ദു മതത്തിലുള്ള എല്ലാ വീടുകളിലും സാളഗ്രാമങ്ങൾ ഉപാസിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് അതിന് ഒരു ലോക്ക് വീണിരിക്കുന്നു. എല്ലാവർക്കും പേടിയാണ് സാളഗ്രാമം പൂജിക്കാനും ശിവലിംഗം വെക്കാനും ശ്രീചക്രം വെക്കാനും. കാരണം എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടവർ. അപ്പോൾ ചെയ്യുന്നത് കൊണ്ട് അതങ്ങോട്ട് മാറ്റി നിർത്തി. പക്ഷേ തെറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, ധനപരമായിട്ടുള്ള കാര്യത്തിൽ, ദാമ്പത്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും പ്രശ്നങ്ങളുണ്ടാവുന്നു. ഇപ്പോൾ സാളഗ്രാമം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങും. ആ പ്രശ്നങ്ങൾ എന്താ തുടങ്ങുന്നത്? അപ്പോൾ വിചാരിക്കും സാളഗ്രാമം വീട്ടിൽ വെച്ചതുകൊണ്ടാണ് പ്രശ്നങ്ങളെന്ന്. അല്ല, നമ്മുടെ പൂർവജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മം, സത്കർമ്മം, അതിൻ്റെ ഒരു അക്കൗണ്ടുണ്ട്. സാളഗ്രാമങ്ങൾ ഉപാസിക്കാൻ തുടങ്ങുമ്പോൾ ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്തതും ഈ ജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മത്തിൻ്റെ ഫലം ആണ് നമ്മൾ പെട്ടെന്ന് അനുഭവിച്ചത് തീർക്കുന്നത്. അത് ഭഗവാൻ ചെയ്യുന്ന കാര്യമാണ്. കാരണം
ഈ കർമ്മഫലം തീർന്നാൽ മാത്രമേ നമുക്ക് നല്ലതാകാൻ പറ്റുള്ളൂ. ആ സമയം നമ്മൾ സാളഗ്രാമം കൊണ്ട് അമ്പലത്തിൽ കൊടുക്കും, അല്ലെങ്കിൽ ഒഴുക്കിക്കളയും. അപ്പോൾ ഒന്നുകൂടി ദോഷങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഭഗവാനെ നാം ഒഴുക്കിക്കളഞ്ഞാലോ നമ്മൾ തിരിച്ച് അമ്പലത്തിൽ കൊണ്ടേ കൊടുത്താലോ നമ്മുടെ എല്ലാ ഐശ്വര്യങ്ങളുമാണ് പിന്നീട് ആ ക്ഷേത്രങ്ങൾ എവിടെയാണോ നമ്മൾ കൊടുക്കുന്നത്, എവിടെയാണോ അത് നമ്മളെ വിട്ട് പോകുവാണ്. ലക്ഷ്മി നമ്മളെ വിട്ട് പോകുവാണ്. കാരണം എവിടെ സാളഗ്രാമം ഉണ്ടോ, അതായത് നാരായണനുണ്ടോ, അവിടെ ലക്ഷ്മിയും അധിവസിക്കും. അപ്പോൾ നമ്മൾ ഈ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞ് അയ്യോ സാളഗ്രാമം വീട്ടിൽ വെച്ച് കൊണ്ടുവന്ന് തുടങ്ങി പ്രശ്നങ്ങളാണ് എന്ന് കരുതുന്നവർ ഓർക്കുക, അത് തിരിച്ചു കൊടുത്താൽ നമ്മുടെ വീട്ടിലെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും പോകുന്നു എന്നുള്ളതാണ്. പിന്നെ സാളഗ്രാമങ്ങൾ ഉപാസിക്കാൻ തുടങ്ങുന്നവർ ആണെങ്കിൽ നോക്കിയും കണ്ടും സാളഗ്രാമങ്ങൾ ഉപാസിക്കാൻ തുടങ്ങുക. കാരണം ഭഗവാൻ വിഷ്ണുവാണ്, പരീക്ഷണങ്ങളുടെ നാഥനാണ്. അപ്പോൾ സാളഗ്രാമങ്ങൾ വീട്ടിൽ വെക്ക് ഉപാസന തുടങ്ങുന്ന ദിവസം തൊട്ട് കണക്ക് ബുക്ക് റെഡിയാണ്, പരീക്ഷണങ്ങളുണ്ടാവും. പക്ഷേ ഭഗവാന്റെ കാലിൽ ആഞ്ഞു പിടിക്കണം, ഏതൊരു പരീക്ഷണ ഘട്ടത്തെയും നേരിടുവാൻ എന്നുള്ള രീതിയിലാവണം ജീവിതം. പിന്നെ സാത്വികമായിട്ടുള്ള ജീവിത അനുഷ്ഠാനങ്ങളായിരിക്കണം, ആചാര ലംഘനമാകരുത്, നോൺ വെജ്, കള്ളുകുടി, ആ രീതിയിലുള്ള ജീവിതം ടോട്ടലി മാറ്റണം. പൂർണ്ണമായിട്ട് സന്യാസം എന്നുള്ളൊരു കൺസെപ്റ്റ്. സന്യാസം എന്ന് പറയുന്നത് കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഗൃഹസ്ഥനായിട്ട് സാത്വികമായിട്ട് ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള നിയമങ്ങൾ നമ്മൾ ആചരിക്കുന്നതാരോ അത് സന്യാസിയാണ്, അത് ഗൃഹസ്ഥ ജീവിതമാണ് എന്നുള്ളതാണ്. അപ്പോൾ സാളഗ്രാമത്തിൻ്റെ ഒരു വശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സാളഗ്രാമങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചാൽ ഉള്ള ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇപ്പോൾ സാളഗ്രാമം ഉപാസിക്കുന്നവർക്ക് ഈ പരീക്ഷണ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് പൂർത്തീകരിച്ച് ജീവിക്കുന്നവർക്ക്, കാരണം ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ പരീക്ഷണ ഘട്ടമാണ്, ആ രീതിയിലുള്ള ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതം നയിക്കുന്നവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു വ്യക്തി സാളഗ്രാമ ഉപാസകനാണെന്ന് മറ്റൊരു വ്യക്തി അറിയുന്നതാണെങ്കിൽ ആ വ്യക്തി ഈ വ്യക്തിയെ ദുർമന്ത്രവാദം ചെയ്യുകയോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ശത്രുത വരിക്കുകയോ ചെയ്യില്ല. ബുദ്ധിയുള്ള ശത്രുവാണെങ്കിൽ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാളഗ്രാമങ്ങൾ ഉപാസിക്കപ്പെടുന്നു, നിങ്ങളുടെ ശത്രുക്കൾ അറിയുന്നു, സാളഗ്രാമം പൂജിക്കുന്നുണ്ട് എന്നറിയുന്നു. ആ ശത്രു ബുദ്ധിയുള്ളവനാണെങ്കിൽ നിങ്ങളെ യാതൊരു തരത്തിലുള്ള ശത്രുത അങ്ങോട്ട് നിലനിർത്താൻ ആഗ്രഹിക്കത്തില്ല. ബുദ്ധിയില്ലാത്തവനാണെങ്കിൽ നിങ്ങളെ ദുർമന്ത്രവാദം ചെയ്യുകയും കൂടോത്രമൊക്കെ ചെയ്ത് നിങ്ങളുടെ അവിടെ തകിട് കുഴിച്ചിടാനൊക്കെ ശ്രമിക്കും. പക്ഷേ ആ സെക്കൻഡ് തന്നെ 3-ാമത്തെ ദിവസം തൊട്ട് അവൻ്റെ കലികാലമായിരിക്കും. കാരണം അവന് സാളഗ്രാമത്തെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് അവൻ ഈ തരത്തിൽ കർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നത്. സാളഗ്രാമങ്ങൾ ഉപാസിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു ഉപാസകൻ്റെ ബുദ്ധിയല്ല മുമ്പോട്ട് പോകുന്നു, മറിച്ച് ഭഗവാനായിരിക്കും നിയന്ത്രിക്കുന്നത്. ഒരു അച്ഛൻ മോനോട് എങ്ങനെയാണ്, അതുപോലെയാണ് സാളഗ്രാമങ്ങൾ പൂജിച്ചുവാലുള്ള ഗുണം. സാളഗ്രാമം നമ്മൾ പൂജിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും തന്നെ നോക്കേണ്ട, ജീവിതം എങ്ങനെ നല്ല രീതിയിൽ പോകുന്നു ആ രീതിയിൽ ഭഗവാൻ നമ്മളെ കൈപിടിച്ച് കൊണ്ട് നടക്കും. നമ്മളൊന്നും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റിയാക്ട് ചെയ്യേണ്ടത് തന്തയാണ്, ഭഗവാനാണ്. ആ ഭഗവാൻ നോക്കിക്കോളും. നമ്മളായിട്ട് നെഗറ്റീവിന് പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും തർക്കിച്ച വഴക്കിന് പോവുകയോ ഒന്നും നമ്മൾ ചെയ്യേണ്ട
മൗനം വിദ്വാനഭൂഷണം എന്നുള്ള രീതിയിൽ ഭഗവാൻ നോക്കിക്കോളും, ഭഗവാനെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്, ആ രീതിയിലായിരിക്കും ഉപാസകൻ പോകുന്നത്. അതുപോലെ ആയിരിക്കും ജീവിതവും. ഇപ്പോൾ സാളഗ്രാമത്തിൻ്റെ വേർതിരിവുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സാധാരണ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ക്ഷേത്രങ്ങൾ. മഹാക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വൈഷ്ണവ കൺസെപ്റ്റിൽ സാളഗ്രാമം പൂജിക്കുന്ന ക്ഷേത്രങ്ങളിൽ കണ്ടാലറിയാം, ശ്രീകോവിലകത്ത് പ്രതിഷ്ഠയുടെ അടുത്തായിട്ട് തന്നെ ഒരു ബ്രാസായിട്ടുള്ളതോ വെള്ളിയുടെയോ ഒരു മൂടിയ താബൂതിൽ സാളഗ്രാമം വെച്ചിട്ടുണ്ടാവും. ആ കണക്ക് അനുസരിച്ച് 1000-ന് താഴെ എന്നാൽ 1000-ന് മേളിലുള്ള സാളഗ്രാമങ്ങൾ ആ ശ്രീകോവിലുണ്ട്. അതാണ് മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ. ദിവ്യദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ദിവ്യദേശ ക്ഷേത്രമാണുള്ളത്. അത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണ്. അവിടെ 12,008 സാളഗ്രാമങ്ങളാണ് അവിടെ ഉപാസിക്കപ്പെടുന്നത്. ആ മൂർത്തിയുടെ പേരിലായിരിക്കും ആ ദേശം മൊത്തം അറിയപ്പെടുന്ന തിരുവനന്തപുരം. അതേപോലെ ശ്രീരംഗം, അതും ദിവ്യദേശത്തിൽപ്പെടുന്നു. ശ്രീരംഗനാഥപുരം, അതായത് ശ്രീരംഗം എന്ന് ഷോർട്ട്. പിന്നെ വൈകുണ്ഠം എന്നുള്ളൊരു കോൺസെപ്റ്റ്, 1,00,000-ൽ പരം സാളഗ്രാമങ്ങളുള്ള സ്ഥലമാണ് അല്ലെങ്കിൽ ക്ഷേത്രമാണ് വൈകുണ്ഠം എന്ന് പറയപ്പെടുന്നത്. അതാ തിരുപ്പതിയിലാണ്. ആ തിരുപ്പതിയിലാണ് 1,00,000-ൽ പരം സാളഗ്രാമങ്ങൾ ഉള്ളത്. അതുകൊണ്ടാണ് ഭഗവാന്റെ സ്വയം വൈകുണ്ഠം അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നത്. ഒരു ഗൃഹസ്ഥനാണ് 10,000 സാളഗ്രാമങ്ങൾ ഉപാസിക്കുന്നതെങ്കിൽ അതും വൈകുണ്ഠം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. എല്ലാ ദേവീ ദേവതകളുടെ കൂടെ ലക്ഷ്മി സമേതനായിട്ടുള്ള നാരായണനാണ് അവിടെ അധിവസിക്കുന്നത്. അതുകൊണ്ട് ആ ഗൃഹസ്ഥൻ എന്നുള്ള രീതിയിൽ അല്ല അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. ബട്ട് ഭഗവാൻ ആണ് ആ വീടിൻ്റെ പൂർണ്ണ അധികാരി. പ്രമാണത്തിലൊക്കെ നിങ്ങളുടെ പേരുണ്ടാവും, പക്ഷേ ആ ഗൃഹസ്ഥൻ്റെ പേരുണ്ടാവും. പക്ഷേ ഓൾ ഇൻ ഓൾ ഭഗവാൻ സ്വയമാണ് അവിടുത്തെ റൂളർ. ഭഗവാന്റെ ദാസനായിട്ടായിരിക്കും ആ ഗൃഹസ്ഥൻ അവിടെ ഉപാസന എന്നുള്ള രീതിയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഗൃഹസ്ഥൻ 10,000 സാളഗ്രാമങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 1,00,000-ത്തോൾ പരം സാളഗ്രാമം വേണമെന്നില്ല വൈകുണ്ഠം എന്നറിയപ്പെടാൻ. കാരണം ഒരു വീട്ടിൽ, ഒരു മഠത്തിൽ 10,000 സാളഗ്രാമം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ വൈകുണ്ഠം എന്നറിയപ്പെടുന്നു. എന്നാൽ പബ്ലിക്ലി ആയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ 1,00,000-ൽ പരം സാളഗ്രാമങ്ങൾ വേണം വൈകുണ്ഠമാണെന്ന് അറിയപ്പെടുവാൻ. പക്ഷേ ഗൃഹസ്ഥന് 10,000 സാളഗ്രാമങ്ങൾ മതി. കാരണം ഒരു ഉപാസകൻ്റെ പൂർണ്ണതയാണ്, വിഷ്ണു അവൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ മെയിൻ തിങ് ആണ് ഈ 10,008 സാളഗ്രാമങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ സാളഗ്രാമ ഉപാസനയെ പറ്റിയും സാളഗ്രാമത്തെ പറ്റിയുള്ള ഏകദേശം രേഖ അറിഞ്ഞു എന്ന് കരുതുന്നു. നിങ്ങളിടുന്ന കമൻസിന് ഞാനിപ്പോൾ ലൈക്കാണ് ചെയ്യുന്നതെങ്കിലും ആ കമൻറ്റ് ആരൊക്കെ ചെയ്തോ അവർക്ക് ഞാൻ ഓരോ എപ്പിസോഡിൽ ഈച്ച് ആൻഡ് എവറി വൺ ഞാൻ എൻ്റെ നന്ദി എപ്പോഴും അറിയിക്കുന്നു. ഒരു റിപ്ലൈ തരാനുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാറുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും മനമറിഞ്ഞ് ഈ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടാണ് ഓരോ എപ്പിസോഡും എനിക്ക് ചെയ്യാൻ ഉള്ള വിഷയമാവുന്നത്.
കണ്ടൻറ്റ് 365 ദിവസവും ഇടാനുള്ള കണ്ടൻറ്റ് എന്നിലുണ്ട്. പക്ഷേ ഏത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ സംശയമാണ് ആ കണ്ടൻറ്റ് വീഡിയോയിലേക്ക് മാറാനും നിങ്ങളെ പരിചയപ്പെടുത്തുവാനും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ, സാത്വികമായിട്ടുള്ള സംശയങ്ങൾ കമൻ്റായിട്ടിട്ടാൽ അതനുസരിച്ചുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.